ഡൽഹി പഠിക്കാൻ പോയ കാലം തൊട്ട് ഈ വെള്ളത്തിന് പകരം കോള ചൂസ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. അമിതമായി കോള കുടിക്കും. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം. ഇപ്പൊ പറഞ്ഞാല് ഞാൻ എണ്ണം പറയുന്നില്ല, എണ്ണം പറഞ്ഞത് ട്രോളായിട്ട് എൻ്റെ നെഞ്ചത്ത് തന്നെ വരും എന്നുള്ളത് കൊണ്ട് ഞാൻ എണ്ണം പറയാത്ത രീതിയിൽ കോള കുടിക്കും. അപ്പം ഒരു 2011 തൊട്ട് 2017 വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കോള കൺസ്യൂം ചെയ്യുന്നു. അപ്പം 2017 എൻ്റെ ഒരു ഫ്രണ്ടിന് ഓസ്ട്രേലിയയിൽ പോകാൻ വേണ്ടിയിട്ടൊരു ഫുൾ ബോഡി ചെക്കപ്പ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ എന്നെ കൂട്ടിന് ഞാനും കൂടെ പോവാണ്. നമ്മുടെ അടുത്ത സുഹൃത്താണ്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതൊരു ഫുൾ ഡേ പ്രക്രിയയാണ്. തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലാണ് പോകുന്നത്. ഇതൊരു ഫുൾ ഡേ പ്രക്രിയ ആകുമ്പം നമ്മളും ഇതിന്റെ പാർട്ടാണല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഇത് ഇത്രയും സമയം നീയും കൂടെ നിൽക്കണം, എന്നാ പിന്നെ ഇതങ്ങ് ചെയ്തേരെന്ന് പറഞ്ഞു. നമുക്ക് എന്താ ഇത് ചെയ്യേണ്ട കാര്യം എന്താ, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും ബോറടിച്ചിരിക്കുകയാണല്ലോ, എന്നാ പിന്നെ ആട്ടെ ഇവൻ ചെയ്യുന്നതല്ല നമ്മളും ചെയ്തു. നമുക്കൊരു അസുഖമൊന്നും പ്രത്യേകിച്ചില്ല. അപ്പോൾ ഇങ്ങനെ നോക്കി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഹോൾ ബോഡി ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ട്. അപ്പോൾ അവസാനം എത്തിയപ്പോൾ ഡോക്ടർ വളരെ സീരിയസ് ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ വളരെ കാഷ്വലായിട്ട് ചെല്ലുന്നു. അപ്പോൾ ചെല്ലുമ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു, മദ്യപിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ മദ്യപിക്കില്ല. അല്ല, മദ്യപിക്കാറുണ്ടോ? ഇല്ല, മദ്യപിക്കുമെങ്കിൽ മദ്യപിക്കുമെന്ന് പറയുന്നതിനകത്ത് കുഴപ്പം. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡ് വളരെ കൂടുതലാണെന്ന്. ഒരു വലിയ നമ്പറാണ് ട്രൈഗ്ലിസറൈഡ്. അപ്പം എന്നോട് ചോദിച്ചു, വേറെ ശീലങ്ങൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ശീലങ്ങളൊന്നും പറയുമ്പം ഇത് പറയുന്നില്ല, കാരണം ഇതൊരു മോശം കാര്യമായിട്ട് നമുക്ക് തോന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ പിന്നെ അത് കഴിക്കും, ഇത് കഴിക്കും, നോൺ വെജ് കഴിക്കും, ഒക്കെ കഴിക്കും, അതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഫാസ്റ്റ് ഫുഡ് കഴിക്കും, പക്ഷേ ഇത് മാത്രം പറയുന്നില്ല. അപ്പം ചോദിച്ചു, അല്ലല്ല വേറെ എന്താണെന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ കാഷ്വലായിട്ട് പറഞ്ഞിങ്ങനെ കോള കുടിക്കുന്നു. അപ്പോൾ അന്നേരം അയാൾ പറഞ്ഞു, സ്വിച്ച് ഇട്ടതുപോലെ നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ 2017 ശേഷം പിന്നെ കോള കുടിച്ചിട്ടേ ഇല്ല എന്നല്ല, ഇപ്പം വളരെ സാഹചര്യവശാൽ 1-2 തവണ കുടിച്ചിട്ടുള്ളതല്ല ഞാൻ കുടിക്കാറ്. അപ്പം അങ്ങനെ ഡൽഹിയുടെ ശീലങ്ങൾ നിർത്തിയ ശീലം അതാണ്.